പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ കെയർ ചെയ്തിട്ടാണ് ഓടിക്കുന്നത് എന്നുള്ളത് ഓരോ വ്യക്തികളും സ്വയം ചിന്തിക്കേണ്ടതാണ്. ഇന്ന് കണ്ടൊരു കാഴ്ചയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയുടെ ആ വഴി വണ്ടി ഓടിച്ചു വരുന്ന വഴിക്ക് ശക്തമായ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ വരുന്നത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് ചേലക്കര ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഒരു ഒറ്റപ്പാലം ബസ്സുണ്ട്. ഷൊർണൂർ വഴി ഒറ്റപ്പാലം പോകുന്നൊരു ബസ്. തൊട്ട് പുറകിലായിട്ട് തിരുവല്ലാമല വഴി ഒറ്റപ്പാലത്തേക്ക് പോകുന്നൊരു ബസ്സുണ്ട്. ഒന്ന് രണ്ട് കാറുകൾ, എന്നെ തൊട്ട് മുന്നിലായിട്ട് തന്നെ രണ്ട് കാറുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിനിടയ്ക്ക് വണ്ടികളിങ്ങനെ മെല്ലെ പതുക്കെയാണ് പോണത്. ബ്ലോക്കിനിടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് മുമ്പിലുള്ള രണ്ട് വണ്ടികൾ ബ്രേക്ക് ചെയ്തു. ഞാനതുപോലെ ബ്രേക്ക് ചെയ്തു. നോക്കുമ്പോൾ ഒരു ഫാമിലി അവർ റോഡ് ക്രോസ് ചെയ്യണം. ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും സീബ്ര ലൈൻ വഴി, പ്രത്യേകം എടുത്ത് പറയുന്നത് സീബ്ര ലൈൻ വഴി റോഡ് ക്രോസ് ചെയ്യുകയാണ്. ക്രോസ് ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോയൊരു സ്കൂട്ടിയിൽ പോയ രണ്ട് വ്യക്തികൾ, ഏകദേശം ഒരു 30-35 വയസ്സിനകത്ത് പ്രായം തോന്നിക്കും. രണ്ടുപേര്. അതിൽ ഓടിക്കുന്ന വ്യക്തി ഹെൽമെറ്റില്ല, ഓടിക്കാത്ത പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട്. ഈ വണ്ടികൾ ഇത്രയും വണ്ടികളുടെ ബ്ലോക്കിനിടയിൽ കൂടെ കുത്തിത്തിരിക്കുക കൊണ്ടിട്ട് ഈ റോഡ് ക്രോസ് ചെയ്യുന്ന വ്യക്തിനെ ഇടിച്ചിട്ടു എന്നുള്ളതാണ്. RTO വിഭാഗത്തിൽ, വടക്കാഞ്ചേരി RTO ഓഫീസിൽ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ അവിടെ സമീപത്തുള്ള ഏതെങ്കിലും കടകളിലെ CCTV പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ കാണാം. ഇന്ന് കാലത്ത് ഏകദേശം ഒരു 10:45 ആ സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ സാമാന്യ ബോധം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലമുറയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ ആൾക്കാരായാലും ഒരു വാഹനം നിർത്തിയിട്ട് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും കാരണം കൊണ്ടാവും നിർത്തിയിട്ടുണ്ടാവുക എന്നുള്ളൊരു ചിന്ത ആർക്കുമില്ല. എല്ലാവർക്കും എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് പോകണം, എല്ലാവരെയും കയറി പോകണം. അവസാനം കൊണ്ടിട്ട് എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ നഞ്ഞത്തടി നിലവിളി പിന്നെ ഒരു തിരക്കില്ല. പോലീസായി, കേസായി, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോലായി. ഇനി മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞിട്ട് ആംബുലൻസ് കയറ്റിയിട്ട് മോർച്ചറിക്ക് കൊണ്ടുപോലായി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആളുകളിങ്ങനെ പരക്കം പായണതെന്ന് മനസ്സിലാവില്ല. ആളുകൾക്ക് തിരക്കാണ്, എല്ലാത്തിനും തിരക്കാണ്. പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ആംബുലൻസ് രോഗികളില്ലാണ്ട് പോണ ആംബുലൻസ് അടക്കം ഹോൺ അടിച്ച് പോയിട്ട് നമ്മൾ പുറകെ മെല്ലെ എത്തുമ്പോൾ അവിടെ എവിടെയെങ്കിലും ചായ കുടിക്കാതിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പാർക്ക് ചെയ്തിട്ട് മൊബൈലിൽ കളിച്ചിരിക്കുന്നുണ്ടാവും, ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ടാവും. രോഗികളെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ആംബുലൻസ് ഹോൺ മുഴക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സൈറൻ ഇടാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അതൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ആംബുലൻസിലടക്കം ചില സമയങ്ങളിൽ അവർ മറ്റേ സൈറൻ അടിക്കില്ല, അതിന് പകരം നിർത്താണ്ട് ഹോൺ അടിച്ച് പോകുന്ന സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഗതാഗത മന്ത്രി ഇന്നലെയും കൂടിയും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗതാഗത കമ്മീഷണറോ ഇന്നലെ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് നിയമങ്ങൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പരിശീലനം, ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊന്നും കർശനമാക്കിയിട്ട് കാര്യമില്ല. കാരണം ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കിയിട്ട് ലൈസൻസ് എടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. കാരണം എല്ലാ പണിയും പഠിച്ചിട്ടാണ് അയാൾ ആ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുക. പക്ഷേ റോട്ടിൽ വരുത്തി വയ്ക്കുന്ന, അത് കഴിഞ്ഞിട്ട് റോട്ടിൽ വരുത്തി വയ്ക്കുന്ന അപകടങ്ങൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കനത്ത ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നീട് അത് ആവർത്തിക്കില്ല. ഇത് പല കാര്യങ്ങളിലും ഇപ്പോൾ എന്നോടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ, നാട്ടുകാരെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജോലി ചെയ്തിട്ട് കാര്യമില്ല, അവനവൻ്റെ കുടുംബത്തേക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം നാട്ടുകാരെ സേവിക്കാൻ പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റു ആളുകളോ ഇടപെട്ടിട്ട് നമ്മളെ ഒതുക്കും എന്നാണ് അവർ പറയുന്നത്. ശക്തമായ ഇടപെടലുകൾ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ ഫൈൻ അടിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഗതാഗത നിയമലംഘനോ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഒരു വ്യക്തിനെ പിടിച്ചിട്ട് സ്റ്റേഷനിൽ പിടിച്ച് കൊണ്ടു കഴിഞ്ഞാൽ ഇടപെട്ടു, രാഷ്ട്രീയക്കാർ വിളിച്ചു, MLA വിളിച്ചു, MP വിളിച്ചു, മുകളിലുള്ള ആളുകൾ വിളിച്ചു, ഇയാളെ വെറുതെ വിടാൻ പറയും. അപ്പോൾ അത്തരം പ്രവർത്തികൾ ഒഴിവാക്കിയിട്ട് ഒരു വ്യക്തി ഒരു അപകടം റോഡിൽ മനഃപൂർവ്വം അപകടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ദുർബലമായ വകുപ്പ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള ചാർജിന് പകരം നല്ല കനത്ത പണി കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അത് ഈ വക പ്രവർത്തികൾ അവർ ആവർത്തിക്കാൻ നിൽക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം 2 പെൺകുട്ടികൾ, ചേലക്കര LF സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ ഇതേപോലെ ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടിട്ട് അവർ റിക്കവറി ആയി വരുന്നുള്ളൂ. ഒരു കുട്ടിയുടെ പല്ലൊക്കെ പോയി എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ആ കുട്ടി കിടപ്പിലാണ്.
1.5 മാസത്തോളം ബെഡ് റെസ്റ്റ് വേണമെന്നാണ് പറയണത്. ഈ വണ്ടി ഓടിക്കുന്ന വ്യക്തികളൊന്ന് ചിന്തിക്കുക. ആർക്കെങ്കിലും നമ്മൾ കാരണം കൊണ്ട്, ഞാനൊരു വാഹനം ഓടിക്കുന്ന ആളാണ്, നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചു പോകുന്നു അത്രത്തോളം അപകടം കുറയുന്നില്ലാണ്ട് ഇങ്ങോട്ട് വന്ന് കയറിയ ഒരു നിവൃത്തിയില്ല. തലതെറിച്ച ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളൊരു വ്യക്തിനെ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചു വെച്ചാൽ കുഴപ്പമില്ല. കാരണം കുഴപ്പമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, വേറെ അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കൈയിന് പരിക്കോ കാലിന് പരിക്കോ എണീക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് വർഷങ്ങളോളം കിടപ്പിൽ കിടക്കേണ്ടി വന്നുള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ മാന്യമായിട്ട് വണ്ടി ഓടിക്കുക, നല്ല രീതിയിൽ വണ്ടി ഓടിക്കുക. അപ്പോൾ ഇത് കാണുന്ന ആർക്കെങ്കിലും എൻ്റെ വാക്കുകൾ കേട്ടിട്ട് മറ്റുള്ളവർക്കത് പകരാൻ സാധിച്ചാൽ അത്രയും സന്തോഷം. വീട്ടിൽ അവനവൻ്റെ കുടുംബത്തിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്തായാലും നന്ദി, നമസ്കാരം.